أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറ 4-ാം വചനം. അർത്ഥം: അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. ഇതിൻ്റെ വിശദീകരണത്തിൽ തുടർന്ന് പറയുന്നു: നമസ്കാരം നിശ്ചിത സമയങ്ങളിൽ തന്നെ നമസ്കരിക്കണം എന്നതാണ് കൽപ്പന. എന്നാൽ ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് മഴയാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമസ്കാരത്തിന് വേണ്ടി ഒത്തുകൂടാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നിർത്താൻ സാധിക്കാത്ത ഏതെങ്കിലും സംഘടിത പ്രവർത്തനമോ പരിപാടിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ ളുഹർ അസർ നമസ്കാരവും മഗ്രിബ് ഇഷ നമസ്കാരവും ചേർത്ത് നമസ്കരിക്കാൻ അനുവാദമുണ്ട്. അത്തരം അവസരങ്ങളിൽ ചിലരുടെ അഭിപ്രായപ്രകാരം ഇടയിൽ വരുന്ന സുന്നത്തുകളും മറ്റു ചിലരുടെ അഭിപ്രായപ്രകാരം മുമ്പും ശേഷവും വരുന്ന സുന്നത്തുകളും മാപ്പാക്കപ്പെടുന്നു. ഹുസൂർ പറയുന്നു: എൻ്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. മുമ്പും പിമ്പും വരുന്ന സുന്നത്തുകൾ നമസ്കരിക്കേണ്ടതില്ല. എന്നാൽ സുബഹി നമസ്കാരവും ളുഹർ നമസ്കാരവും തമ്മിൽ ചേർത്ത് നമസ്കരിക്കാൻ പാടില്ല. അതുപോലെ അസർ നമസ്കാരവും മഗ്രിബ് നമസ്കാരവും തമ്മിലും ഇഷ നമസ്കാരവും സുബഹ് നമസ്കാരവും തമ്മിലും ചേർത്ത് നമസ്കരിക്കാൻ, ജമാഅക്കി നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ ചില അടിയന്തര പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയും അത് ഒഴിവാക്കി നമസ്കരിക്കുക എന്നത് ജീവന് തന്നെ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള സാഹചര്യവുമാണ് എങ്കിൽ ചേർത്ത് നമസ്കരിക്കാൻ പാടില്ലാത്ത ആ നമസ്കാരങ്ങളും ചേർത്ത് നമസ്കരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും മാറിയാൽ വധിക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ തകർന്ന ഡാം ശരിയാക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ, അതായത് പെട്ടെന്ന് ഡാം പൊട്ടുകയും അതിനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താനുള്ള ജോലിയിലാണ് ജനങ്ങളെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലും, അതുപോലെ തീ അണക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ സാധാരണ അവസ്ഥയിൽ ചേർത്ത് നമസ്കരിക്കാൻ അനുവാദമില്ലാത്ത നമസ്കാരങ്ങളും ചേർത്ത് നമസ്കരിക്കാവുന്നതാണ്. കാരണം അതൊരു ജനതയുടെ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ തന്നെ നാശത്തിന് കാരണമായേക്കാം. അത്തരം ഘട്ടങ്ങളിൽ സാധാരണ സമയങ്ങളിൽ ചേർത്ത് നമസ്കരിക്കാൻ അനുവാദമില്ലാത്ത നമസ്കാരങ്ങളും ചേർത്ത് നമസ്കരിക്കാവുന്നതാണ്. എന്നതുപോലെ ആർക്കെങ്കിലും ബോധക്ഷയം കാരണം നമസ്കാരം സമയത്തിന് അനുഷ്ഠിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് അസർ നമസ്കാര സമയത്താണ് ബോധം നഷ്ടപ്പെടുകയും ഇഷാക്ക് ശേഷമാണ് ബോധം വരികയും ചെയ്യുന്നതെങ്കിൽ അത്തരം ഘട്ടങ്ങളിലും അസർ മഗ്രിബ് നമസ്കാരങ്ങൾ ജമാക്കി ചേർത്ത് നമസ്കരിക്കാൻ അനുവാദമുണ്ടായിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും ഒരു യുദ്ധാവസരത്തിൽ ളുഹർ അസർ മഗ്രിബ് ഇഷ നമസ്കാരങ്ങൾ ജമാക്കി നമസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ പരസ്പരം ജമാക്കി നമസ്കരിക്കാൻ പാടില്ലാത്ത നമസ്കാരങ്ങളും ജമാക്കി, അതായത് ചേർത്ത് നമസ്കരിക്കാവുന്നതാണ് എന്നതാണ്. എന്നാൽ ആരെങ്കിലും അകാരണമായി അറിഞ്ഞുകൊണ്ട് സമയത്തിന് അനുഷ്ഠിക്കാതെ സമയം കഴിഞ്ഞതിന് ശേഷം നമസ്കരിക്കുകയാണെങ്കിൽ അത് നമസ്കാരമായി ഗണിക്കപ്പെടുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല. അതിനുള്ള പ്രതിവിധി തോബയും ഇസ്തിഗ്ഫാറും മാത്രമാണ്. എന്നാൽ മറവി കാരണമോ ഉറങ്ങിപ്പോയത് കാരണമോ നമസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, എപ്പോഴാണോ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഉണരുന്നത് അപ്പോൾ നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ നമസ്കാരം വിലക്കപ്പെട്ട സമയങ്ങളിൽ ആവരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് ഉണരുന്നതെങ്കിൽ പൂർണ്ണമായും ഉദിച്ച് ഉയരുന്നതുവരെ കാത്തിരിക്കേണ്ടതാണ്, ക്ഷമിക്കേണ്ടതാണ്. അതിനുശേഷം നമസ്കരിക്കേണ്ടതാണ്. മറ്റൊന്ന് ജുമാ നമസ്കാരമാണ്. ഇത് വെള്ളിയാഴ്ച ദിവസം ളുഹർ സമയത്താണ് അനുഷ്ഠിക്കുന്നത്.
അന്ന് ളുഹർ നമസ്കാരം അനുഷ്ഠിക്കാറില്ല. ജുമാ നമസ്കാരത്തിന് മുമ്പായി ഇമാം ഖുതുബ നിർവഹിക്കുന്നു. അതിൽ കാലിക പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ചോ മറ്റ് ഇസ്ലാമിക കാര്യങ്ങളെക്കുറിച്ചോ പറയുന്നു. ശേഷം 2 റക്അത്ത് നമസ്കരിക്കുന്നു. അതിൽ ളുഹറിനെ അപേക്ഷിച്ച് സൂറ ഫാത്തിഹയും വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഭാഗവും ഇമാം ഉച്ചത്തിലാണ് ചൊല്ലുന്നത്. ഇവ കൂടാതെയുള്ള മറ്റ് 2 നമസ്കാരങ്ങളാണ് റമദാനിന് ശേഷം നമസ്കരിക്കുന്ന പെരുന്നാൾ നമസ്കാരവും ഹജ്ജിൻ്റെ വേളയിൽ നമസ്കരിക്കുന്ന പെരുന്നാൾ നമസ്കാരവും. ഈ 2 നമസ്കാരങ്ങളും 2 റക്അത്തുകൾ വീതമാണ് നമസ്കരിക്കുന്നത്. റമദാനിന് ശേഷമുള്ള പെരുന്നാൾ നമസ്കാരം ശവ്വാൽ 1-നും ഹജ്ജ് വേളയിലുള്ള പെരുന്നാൾ നമസ്കാരം ഹജ്ജിൻ്റെ 2-ാം ദിവസം ദുൽഹജ്ജ 10-നുമാണ് നമസ്കരിക്കുന്നത്. അതിലും സൂറ ഫാത്തിഹയും വിശുദ്ധ ഖുർആന്റെ ഭാഗവും ഇമാം ഉച്ചത്തിലാണ് ചൊല്ലുന്നത്. ഈ 2 നമസ്കാരങ്ങളും പകലിൻ്റെ ആദ്യ ഭാഗത്താണ് അനുഷ്ഠിക്കുന്നത്. അതിൽ ഈദുൽ ഫിത്തർ അല്പം വൈകിയും ഈദുൽ അദ്ഹിയ അല്പം നേരത്തെയും അനുഷ്ഠിക്കേണ്ടതാണ്. ഈ 2 നമസ്കാരങ്ങളിലും ഖുത്ബ നമസ്കാരത്തിന് ശേഷമാണ് നൽകാറുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട നമസ്കാരം ജനാസ നമസ്കാരമാണ്. ഇത് ഫർള് കിഫായ ആണ്. അതായത് ഒരു മുസ്ലിം മരണപ്പെട്ടാൽ കുറച്ച് മുസ്ലിങ്ങൾ ചേർന്ന് ജനാസ നമസ്കരിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഫർള് അനുഷ്ഠിച്ചതായി ഗണിക്കപ്പെടുന്നതാണ്. എന്നാൽ അറിവുണ്ടായിരുന്നിട്ടും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരും തന്നെ ജനാസ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അവരെല്ലാവരും തന്നെ കുറ്റക്കാരായി ഗണിക്കപ്പെടുന്നതാണ്. അതായത് അത് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല, മറിച്ച് സാമൂഹിക ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ജനാസ നമസ്കാരത്തിൽ മറ്റ് നമസ്കാരങ്ങളെ അപേക്ഷിച്ച് റുക്കുവും സുജൂദും ഒന്നും തന്നെയില്ല. അതിൻ്റെ യുക്തി എന്തെന്നാൽ ഏതെങ്കിലും ആദരണീയ വ്യക്തിയുടെ ജനാസയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ജനാസ മുമ്പിൽ വച്ച് റുക്കുവും സുജൂദും ചെയ്യുമ്പോൾ ആ വ്യക്തിയോടുള്ള ബഹുമാനം കാരണമാണ് റുക്കുവും സുജൂദും ചെയ്യുന്നത് എന്ന് ചില ദുർബല വിശ്വാസികൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനാസ നമസ്കാരത്തിൽ റുക്കുവും സുജൂദും ഒഴിവാക്കിയിരിക്കുകയാണ്. ജനാസ നമസ്കാര രീതി: ഇമാം കിബ്ലക്ക് നേരെ തിരിഞ്ഞ് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി കൈകെട്ടുന്നു. ശേഷം ഇമാമും മുക്തദീങ്ങളും പതിഞ്ഞ സ്വരത്തിൽ സൂറ ഫാത്തിഹ ചൊല്ലുന്നു. ശേഷം ഇമാം ഉച്ചത്തിൽ അല്ലാഹു അക്ബർ പറയുന്നു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ശേഷം ഇമാം വീണ്ടും അല്ലാഹു അക്ബർ പറയുന്നു. ശേഷം ദുആ ചെയ്യുന്നു. പ്രായപൂർത്തി എത്തിയ ഒരു വ്യക്തിയുടെ ജനാസയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മഗ്ഫിറത്തിന് വേണ്ടിയും എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മയ്യത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു. മയ്യത്ത് പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയുടേതാണെങ്കിൽ മാതാപിതാക്കൾക്ക് ക്ഷമ ലഭിക്കുന്നതിന് വേണ്ടിയും നിയാമുൽ ബദലിന് വേണ്ടിയും ദുആ ചെയ്യുന്നു. അതായത് അവർ കുടുംബാംഗങ്ങൾക്ക് മഗ്ഫിറത്തിനും കാരുണ്യത്തിനും നിദാനമായി തീരുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇത് നിശ്ചിത ദുആ തന്നെ അതിനുണ്ട്, അത് ചെയ്താൽ മതിയാകും. നിശ്ചിത ദുആക്ക് പുറമെ സ്വന്തം ഭാഷയിലും ദുആ ചെയ്യാവുന്നതാണ്. ശേഷം ഇമാം വീണ്ടും തക്ബീർ, അതായത് അല്ലാഹു അക്ബർ ചൊല്ലുന്നു. ശേഷം സലാം വീട്ടുന്നു. ഇവയ്ക്ക് പുറമേയും ചില നമസ്കാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്വലാത്തുൽ ഇസ്തിസ്ക, അതായത് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, സ്വലാത്തുൽ ഹാജ, സ്വലാത്ത് കുസൂഫ്, ഖുസൂഫ്, ഇങ്ങനെ തുടങ്ങിയ മറ്റ് ചില നമസ്കാരങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.